ദൈവം തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. സങ്കീർത്തനങ്ങൾ 103. മോശയും ഇസ്രായേൽ മക്കളും 30 ലക്ഷം പേർ. പക്ഷെ മോശ വ്യത്യസ്തനായിരുന്നു. ആൾക്കാർ നോക്കിയപ്പോൾ വഴിയുടെ ദൂരം, പ്രയാസം, പറവോൻ, സൈന്യം, മരുഭൂമി, മരണം, രോഗം, പാമ്പ്, തേള്, രാത്രി, പകൽ, വിശപ്പ്, ദാഹം. പക്ഷെ മോശ ഈസിയായിട്ട് മനസ്സിലാക്കി. ഈജിപ്റ്റ്, ഒരു ചെങ്കടൽ, പിന്നൊരു മരുഭൂമി, പിന്നൊരു യോർദാൻ, പിന്നൊരു കാനാൻ ദേശം. ഒരു കൈവെള്ളയിൽ വരയ്ക്കാവുന്ന പോലെ മോശ തൻ്റെ കയ്യിൽ വരച്ചു. പാറയിൽ നിന്ന് വെള്ളം ചുരം കുടിച്ചു. പക്ഷെ മോശയ്ക്ക് മനസ്സിലായി വേറെന്തോ ഉണ്ട് ഉദ്ദേശം. ആകാശത്ത് നിന്ന് മന്ന പൊഴിഞ്ഞു, എല്ലാവരും തിന്നു. പക്ഷെ മോശയ്ക്ക് മനസ്സിലായി വേറെന്തോ ഉണ്ട്. വെള്ളം കയ്പായിരുന്നു. ഒരു കഷ്ണം മരക്കഷ്ണം വിട്ടപ്പോൾ മധുരമായി. രാത്രിയിൽ അഗ്നിത്തൂണ്, പകല് മേഘസ്തംഭം. യുദ്ധം വന്നപ്പോൾ യോശുവ യുദ്ധം ചെയ്തു. മോശയും അഹറോനും ഹൂരും മലയുടെ മുകളിൽ കൈയുയർത്തിപ്പിടിച്ചത്. വഴി മനസ്സിലാക്കിയവന്റെ മുഖം പ്രകാശിച്ചു. വഴി മനസ്സിലാക്കിയവനോട് ദൈവം ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിച്ചു. വഴി മനസ്സിലാക്കിയവൻ ആരോടും തർക്കിക്കാതെ സൗമ്യതയോടെ താഴ്മയോടെ ആയിരുന്നു. വഴി മനസ്സിലാക്കിയവൻ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയവൻ സമാഗമന കൂടാരവും ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഭയഭക്തിയോടെ ചെയ്തു. അതുകൊണ്ട് അവൻ പിന്നീട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന പ്രമാണം ഒരു വ്യർത്ഥ കാര്യമല്ല, അത് നിങ്ങളുടെ ജീവനാണ്, ജീവിതമാണ്. ഈ പ്രമാണം, ഈ നടപ്പ്, ഈ വിളിച്ചിറക്കപ്പെട്ട ജനമേ, ഈ ആരാധനയും പ്രാർത്ഥനയും അത് നിങ്ങളുടെ ജീവനാണ്, ജീവിതവുമാണ്. അത് നിങ്ങൾക്ക് നിത്യജീവൻ തരും, നിങ്ങൾക്ക് ഇവിടുത്തെ ജീവിതവും തരും.